أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر إلى الملأ من بني إسرائيل من بعد موسى إذ قالوا لنبي لهم ابعث لنا ملكا نقاتل في سبيل الله قال هل عسيتم إن كتب عليكم القتال ألا تقاتلوا قالوا وما لنا ألا نقاتل في سبيل الله وقد أخرجنا من ديارنا وأبنائنا فلما كتب عليهم القتال تولوا إلا قليلا منهم والله عليم بالظالمين. ബനു ഇസ്രായേലിലെ ഒരു പ്രധാന സംഭവം തൊട്ടു മുമ്പ് പറഞ്ഞു. പ്ലേഗ് രോഗം ബാധിച്ച് വളരെയേറെ വിഷമം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കണ്ടുപിടിച്ച മാർഗം നാടുവിടലായിരുന്നു. സുരക്ഷിതമായ നാട്ടിൽ പോയിട്ട് താമസിക്കുക, ഈ മരണം നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിൽ നിന്ന് രക്ഷപ്പെടുക എന്നതായിരുന്നു. പക്ഷേ അള്ളാഹു അവരെ പിടികൂടി, എന്നിട്ട് അവരൊക്കെ മരിപ്പിച്ചു. പിന്നീട് അവരുടെ നബിയുടെ ദ്വായുടെ ഫലമായിട്ട് അവരെ ജീവിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അള്ളാഹു പല കാര്യങ്ങളും അവരെ ബോധ്യപ്പെടുത്തി. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒളിച്ചോട്ടം കൊണ്ടാകില്ല. മറ്റൊന്ന്, മരണപ്പെട്ടവരെ അള്ളാഹു തആലക്ക് ജീവിപ്പിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ ബോധിപ്പിച്ചു. ഇനി മറ്റൊരു സംഭവമാണ് പറയുന്നത്. അലം തറ, നബിയെ തങ്ങളുടെ അറിവ് എത്തിയില്ലയോ, ഇലൽ മലഇ, ഒരു സമൂഹത്തിലേക്ക്, മിൻ ബനി ഇസ്രായേല, ബനു ഇസ്രായേലിൽപ്പെട്ടതായ ഒരു വിഭാഗത്തിലേക്ക് തങ്ങളുടെ അറിവെത്തിയില്ലയോ. അലം തറ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിങ്ങൾ കണ്ടില്ലെന്ന്. കാണുക എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു സംഭവം ഈ അറിഞ്ഞിട്ടില്ലേ എന്ന അർത്ഥത്തിന് കണ്ടില്ലേ എന്ന് ചോദിക്കലുണ്ട്. അതാണ് അലം തറ, നബിയെ തങ്ങളുടെ അറിവ് എത്തിയില്ലയോ, ഇലൽ മലഇ മിൻ ബനി ഇസ്രായേല, ബനു ഇസ്രായേലിലെ ഒരു വിഭാഗത്തിലേക്ക്, മിൻ ബഅദി മൂസ, മൂസാ നബി അലൈഹിസ്സലാമിന് ശേഷം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ വഫാത്തിന് ശേഷം പല അമ്പിയാക്കളെയും അള്ളാഹു ബനു ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ട്. അതിലൊരു നബിയായിരുന്നു ഹിസ്കീൽ നബി. ഹിസ്കീൽ മറ്റൊരു നബിയാണ് യൂശായ നബി. ഇങ്ങനെ പല നബിമാരുമുണ്ട്. ഹിസ്കീൽ നബിയുടെ കാലഘട്ടത്തിലാണ് ഈ സംഭവം. എന്താ സംഭവം? ഇത് ഖാലു, ആ ജനങ്ങൾ പറഞ്ഞു, ലി നബിയിൻ ലഹും, അവർക്കുള്ള നബിയോട് പറഞ്ഞു, ഇബ്അസ് ലന, ഞങ്ങൾക്ക് നിങ്ങൾ കൊണ്ടുവരണം, മലിക്കൻ, ഒരു രാജാവിനെ, നുഖാത്തിൽ, എന്നാൽ ഞങ്ങൾ യുദ്ധം ചെയ്യും, ഫി സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ. തൊട്ടു മുമ്പ് ഒരു യുദ്ധം നടക്കുകയും ആ യുദ്ധത്തിൽ ബനു ഇസ്രായേൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. പരാജയപ്പെട്ടെന്ന് മാത്രമല്ല, അവരുടെ വീടുകളും കുടുംബങ്ങളൊക്കെ മറുഭാഗം കൊള്ളയടിക്കുകയും തീ കൊളുത്തുകയും അവരുടെ സ്വത്തുകളൊക്കെ പിടിച്ചെടുക്കുകയും അവരുടെ യുവാക്കളൊക്കെ അടിമകളാക്കുകയും ചെയ്തു. അമാലിക്കത്ത് എന്ന വിഭാഗം. അങ്ങനെ ദുഃഖിതരായി കഴിഞ്ഞുകൂടുന്ന ആ വിഭാഗം ഹിസ്കീൽ നബിയോട് വന്നിട്ട് പറഞ്ഞതാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ഞങ്ങളുടെ ഭരണാധികാരിയായിട്ട് നിങ്ങൾ നിശ്ചയിച്ചു തരാം. അങ്ങനെ വന്നാൽ അദ്ദേഹത്തിന്റെ കീഴിലായിട്ട് ഞങ്ങൾ മറുഭാഗത്തോട് യുദ്ധം ചെയ്യാം എന്ന് ഒരു ഉപദേശം തരും. കാല, ഇന്നേരം ആ നബി അവരോട് ചോദിച്ചു, ഹൽ അസൈത്തും ഇൻ കുത്തിബ അലൈക്കുമുൽ ഖിതാലു, നിങ്ങളുടെ മേൽ യുദ്ധം നിയമമാക്കപ്പെട്ടാൽ നിങ്ങൾ ആയിത്തീരുമോ, അടുക്കുമോ, അല്ലാ തുഖാത്തിലു, യുദ്ധം ചെയ്യാതിരിക്കാൻ അടുക്കുമോ? നിങ്ങളിപ്പോ യുദ്ധം ചോദിച്ചു വാങ്ങണം, ഞങ്ങൾക്കൊരു നേതാവിനെ തരണം, ആ നേതാവിന്റെ പിന്നിൽ നിന്നിട്ട് ഞങ്ങൾ യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ യുദ്ധം ഇരക്കണം. അങ്ങനെ യുദ്ധം നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടാൽ പിന്നെ പിന്തിരിപ്പൻ പരിപാടി നിങ്ങളിൽ നിന്നുണ്ടാകുമോ? നിങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കുമോ? ഖാലു, ഉടനെ അവർ ഉത്തരം പറഞ്ഞു, വമാലന, ഞങ്ങൾക്ക് എന്ത് കാരണമാണുള്ളത്, അല്ലാ നുഖാത്തില, യുദ്ധം ചെയ്യാതിരിക്കാൻ, ഫി സബീലില്ലാഹി, അള്ളാഹിന്റെ മാർഗത്തിൽ. ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാതിരിക്കാൻ എന്ത് കാരണമുള്ളത്? ഒരു കാരണമില്ല. യുദ്ധം ചെയ്യാനുള്ള കാരണങ്ങളെ ഇവിടെ ഉള്ളൂ. കാരണം വഖദ് ഉഖ്രിജ്ന, ഞങ്ങളെ പുറപ്പെടുവിക്കപ്പെട്ടിരിക്കുന്നു, മിൻ ദിയാരിന, ഞങ്ങളുടെ വീടുകളിൽ നിന്ന്, വ അബ്നായിന, ഞങ്ങളുടെ സന്തതികളിൽ നിന്നും. കഴിഞ്ഞ യുദ്ധത്തിൽ
ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, ആട്ടിയോടിച്ചു. ഞങ്ങളുടെ കുടുംബാകെ ശിഥിലമായി. ഞങ്ങളുടെ കുടുംബം അവിടെയും ഇവിടെയും പരസ്പരം കണ്ടുമുട്ടാൻ കഴിയാതെ കണ്ണുനീരും കയ്യുമായിട്ട് കഴിഞ്ഞുകൂടുന്ന അവസ്ഥയല്ലേ. ഇങ്ങനെ ദുഃഖിതരായി കഴിയുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ തിരിച്ചു കിട്ടലും ഞങ്ങളുടെ സമ്പത്ത് തിരിച്ചു കിട്ടലും ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകലൊക്കെ അത്യാഗ്രഹമുള്ള കാര്യമല്ലേ. അതുകൊണ്ട് യുദ്ധം ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്ക് യാതൊരു കാരണവുമില്ല. യുദ്ധം ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് അവർ ഉത്തരം പറയുകയും ചെയ്തു. അങ്ങനെ ഫലമ്മാ കുത്തിബ അലൈഹിമുൽ ഖിതാലു, അവരുടെ മേൽ യുദ്ധം നിയമമാക്കപ്പെട്ടപ്പോൾ തവല്ലവ്, അവർ പിന്തിരിയുകയാണ് ചെയ്തത്. ഈ പറയപ്പെട്ട ആ മുന്നോട്ടുള്ള ഗമനം അവരിൽ നിന്ന് കണ്ടില്ല. അവര് പിന്നിലേക്ക് തിരിയാൻ, അവര് യുദ്ധത്തിന് തയ്യാറാകാത്തൊരവസ്ഥയാണ് പിന്നീട് കണ്ടത്. തവല്ലവ്, അവർ പിന്തിരിഞ്ഞു. ഇല്ലാ ഖലീലം മിൻഹും, അവരിൽ നിന്നുള്ള ചുരുക്കം ആളുകൾ ഒഴികെ. നല്ല ഈമാൻ കടുകട്ടിയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവർ ഈ പറഞ്ഞ തീരുമാനത്തിന്റെ മേൽ ഉറച്ചു നിന്നു. ബാക്കി സകല ആളുകളും ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറുക ചെയ്തു. വല്ലാഹു തആല അലീമുൻ, അവൻ അറിയുന്നവനാകുന്നു. ബിൽലാലിമീന, അക്രമികളെ കൊണ്ട് അള്ളാഹു അറിയുന്നവനാകുന്നു. ആരാണ് ഇവിടെ ക്രമരഹിതമായിട്ട് പ്രവർത്തിക്കുന്നത്, ആരാണ് നല്ല മാർഗത്തിൽ നീങ്ങുന്നത്, ഇതൊക്കെ അള്ളാഹുവിനറിയാം. ഇവരെ കുട്ടി നേരത്തെ തന്നെ അറിയാം. പക്ഷെ ചില കാര്യങ്ങൾ നേരത്തെ അറിയുമെങ്കിൽ തന്നെ ബാക്കിയുള്ളവരും കൂടി അറിയട്ടെ എന്ന നിലക്ക് അത് പ്രകടമാക്കും. അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ടല്ല, അറിയിക്കാൻ വേണ്ടിയിട്ടാണത്. ഇതനുസരിച്ച് ഇതാ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ ഈ തേടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇതാ റസൂല് മറുപടി പറയുന്നു. وقال لهم نبيهم إن الله قد بعث لكم طالوت ملكا قالوا أنى يكون له الملك علينا ونحن أحق بالملك منه ولم يؤت سعة من المال قال إن الله اصطفاه عليكم وزاده بسطة في العلم والجسم والله يؤتي ملكه من يشاء والله واسع عليم. വഖാല ലഹും, അവരോട് പറഞ്ഞു. നബിയുഹും, അവരുടെ നബിയോട് ഉപദേശം തേടിയിട്ടുണ്ടല്ലോ ഇവര്. ആ നബി പറഞ്ഞു, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല ഖദ് ബഅസ ലക്കും, നിങ്ങൾക്കിതാ അയച്ചു തന്നിരിക്കുന്നു, നിങ്ങളുടെ ആവശ്യപ്രകാരം. ത്വാലൂത്തിനെ അയച്ചു തന്നിരിക്കുന്നു മലിക്കൻ, രാജാവായിട്ട്. നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ അള്ളാഹുവോട് തേടി. അതനുസരിച്ച് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ട്. എന്താ ഉത്തരം കിട്ടിയിട്ടുള്ളത്? നിങ്ങളുടെ കൂട്ടത്തിലെ ത്വാലൂത്തിനെ നിങ്ങൾ ഭരണാധികാരിയാക്കണം. അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങളെ യുദ്ധം ചെയ്യണം. അള്ളാഹു ഇങ്ങനെയാണ് നിർദ്ദേശിക്കുന്നത്. അപ്പൊ അവര് ചോദിച്ചതനുസരിച്ച്, ആവശ്യപ്പെട്ടതനുസരിച്ച് റസൂല് ആ നബിയെ അള്ളാഹുവോട് തേടുകയും അള്ളാഹുവിൽ നിന്നുള്ള ഉത്തരം കിട്ടുകയും ആ കിട്ടിയ ഉത്തരം ഇവർക്ക് നൽകുകയും ചെയ്തു. ഇനി ഇവരെന്താ വേണ്ടത്? ഇനി ഇവരൊന്നും നോക്കാതെ, നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലായല്ലോ, ഇനി യുദ്ധത്തിന് ഇറങ്ങാം എന്ന് വെക്കുകയല്ലേ ഇവർ വേണ്ടത്. എന്നാൽ ഉണ്ടായത് കേൾക്കണോ? ഒരു തർക്കാണ്. ഖാലു, അവർ ചോദിച്ചു, അന്നാ യകൂനു ലഹു, എങ്ങനെയാണ് ഈ ത്വാലൂത്തിനുണ്ടാവുക അൽ മുൽക്കു, ഭരണാധികാരം, അലൈന, ഞങ്ങളുടെ മേൽ. വനഹ്നു, ഏതു നിലയിൽ ഞങ്ങൾ, അഹഖു ബിൽ മുൽക്കി മിൻഹു, ഈ ത്വാലൂത്തിനേക്കാൾ എന്തുകൊണ്ടും ഭരണാധികാരം കൊണ്ട് ഏറ്റവും അർഹതപ്പെട്ടത് ഞങ്ങളല്ലേ. കാരണം പറയാം. വലൻ യൂത്ത, ഈ ത്വാലൂത്തിന് നൽകപ്പെട്ടിട്ടില്ല സഅത്തൻ മിനൽ മാലി, സമ്പത്തിൽ നിന്നുള്ള വിശാലതയും. അയാൾ ഒരു സാധു മനുഷ്യൻ, സമ്പത്തില്ലാത്ത ഒരാളാണ്. ഞങ്ങളുടെ കൂട്ടത്തിലെ പണക്കാർ എത്രയുണ്ട് ഇവിടെ. അങ്ങനെയുള്ള ഞങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഈ ത്വാലൂത്തിനെ ഭരണാധികാരിയാക്കുന്ന, ത്വാലൂത്തിനെ നേതാവാക്കുന്ന ആ തീരുമാനം, അതെന്ത് തീരുമാനമാണത്? അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈന, എങ്ങനെയാണ് ഞങ്ങളുടെ മേൽ ഈ ത്വാലൂത്തിന് മേധാവിത്വം ഉണ്ടാവുക എന്നവർ ചോദിച്ചു. ഇതവർ ചോദിക്കാൻ പാടുണ്ടോ? ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെ ഭരണാധികാരിയായിട്ട് നിശ്ചയിച്ചു തരണം, ആളുടെ പിന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചു വാങ്ങിയ ആ ഭരണാധികാരിയെ കിട്ടി നോക്കുമ്പോൾ, ഇത് പറ്റില്ല, ഞങ്ങൾക്ക് വേറെ വേണമെന്ന് പറഞ്ഞാല് അതെന്ത് പറച്ചിലാണത്? അതിന് കാരണം പറഞ്ഞതോ, വലൻ യൂത്ത സഅത്തൻ മിനൽ മാൽ, ത്വാലൂത്ത് മുതലാളിയല്ലല്ലോ എന്ന്. വലൻ യൂത്ത, ത്വാലൂത്തിന് നൽകപ്പെട്ടിട്ടില്ല സഅത്തൻ മിനൽ മാലി, സമ്പത്തിൽ നിന്നുള്ള വിശാലത നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും ത്വാലൂത്തിനെ ഭരണാധികാരിയാക്കാൻ ഞങ്ങളുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഈ തീരുമാനം ഒരു ശരിയായ തീരുമാനമല്ല.
അള്ളാഹു എടുത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞ തീരുമാനം ഉണ്ടല്ലോ, അത് അള്ളാഹു എടുത്തതാണെങ്കിലും അത് അത്ര ഉത്തമമായിട്ടില്ല എന്ന് ഇവരും. അപ്പൊ ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ തീരുമാനത്തേക്കാൾ വലിയ തീരുമാനം എടുക്കാൻ കഴിവുള്ളവരാണെന്ന ഈ അഹങ്കാരമടക്കമൊക്കെ ഇവർക്കുണ്ടായി. കാല അന്നേരം നബി പറഞ്ഞു, ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു താല ഇസ്സഫാഹു ഈ ത്വാലൂത്തിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു, അലൈക്കും നിങ്ങളുടെ മേലിൽ ഭരണാധികാരിയായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ തീരുമാനമാണത്. ഞാൻ ഈ പറയുന്നത് എൻ്റെ തീരുമാനമല്ല, അള്ളാഹു എന്നെ അറിയിച്ചത് നിങ്ങളെ അറിയിക്കുകയാണ്. അള്ളാഹു ത്വാലൂത്തിനെ നിങ്ങളുടെ മേലുള്ള ഭരണാധികാരിയായിട്ട്, നിങ്ങളുടെ മേധാവിയായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് അള്ളാഹു അയാൾക്ക് ചില യോഗ്യതകളും കണ്ടിട്ടുണ്ട്. എന്താ? വസാദഹു, അള്ളാഹു അദ്ദേഹത്തിന് കൂടുതലാക്കിയിട്ട് നൽകിയിരിക്കുന്നു. ബസ്തത്തൻ, വിശാലതയെ, ഫിൽ ഇൽമി, അറിവിന്റെ വിഷയത്തിൽ, വൽ ജിസ്മി, ശരീരത്തിന്റെയും. അദ്ദേഹം നല്ല പണ്ഡിതനാണ്. പാണ്ഡിത്യം നിങ്ങളെക്കാളൊക്കെ കൂടുതലുള്ളതാണ്, മികവുള്ള പണ്ഡിതനാണ്. ശരീരത്തിന്റെ ബലത്തിന്റെ കാര്യത്തിൽ നല്ല ആരോഗ്യ ദൃഢഗാത്രനാണ്. ആരുടെയും പിന്നിലല്ല. അദ്ദേഹവുമായിട്ട് ഏറ്റുമുട്ടിയാൽ നിങ്ങളിൽ നിന്നുള്ള ആരും തന്നെ വിജയിക്കുകയില്ല. പിന്നെ പണം എന്നുള്ളത് ഒരു വിരുന്നുകാരനല്ല, അദ്ദേഹം ഒരു തോൽ കച്ചവടക്കാരനായിരുന്നു. തോല് വാങ്ങുക, അത് ഉറക്കിട്ട് വൃത്തിയാക്കിയിട്ട് അത് വിൽക്കുക, ഇങ്ങനെയുള്ളൊരു ചെറിയ കച്ചവടക്കാരനായിരുന്നു. അപ്പൊ സാമ്പത്തികമായിട്ട് അയാൾ പിന്നിലാണ് എന്നുള്ളത് ശരിയാണെങ്കിൽ തന്നെ വൈജ്ഞാനികമായിട്ട് അദ്ദേഹം വളരെ മുന്നിലായിരുന്നു. കായികമായിട്ടും അദ്ദേഹം പിന്നിലല്ല, വളരെ മിടുമിടുക്കനായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനം ഇങ്ങനെയാണുള്ളത് എന്ന് അവരെ നബി ബോധ്യപ്പെടുത്തി. വല്ലാഹു, അല്ലാഹു താല യുൽത്തി മുൽക്കഹു, അവന്റെ ഭരണാധികാരത്തെ അവൻ നൽകുമ്പോൾ യശാവൻ ഉദ്ദേശിച്ചവർക്ക്. ഭരണാധികാരം അള്ളാഹു നൽകുന്നതാണ്. അത് ചിലപ്പോൾ അയാൾക്കായിരിക്കും, മറ്റു ചിലപ്പോൾ ഇയാൾക്കായിരിക്കും. ഇന്നിപ്പോൾ അള്ളാഹുവിന്റെ തീരുമാനമുള്ളത് ത്വാലൂത്തിനെ ഭരണാധികാരിയാക്കണമെന്നാകുന്നു. അള്ളാഹു അവൻ ഉദ്ദേശിച്ചവർക്ക്, മൻ യശാഉ, അവൻ ഉദ്ദേശിച്ചവർക്ക് ഭരണാധികാരത്തെ അവൻ നൽകും. വല്ലാഹു, അല്ലാഹു തആല വാസിഉൻ, അവൻ വിശാലത ചെയ്യുന്നവനാകുന്നു. അള്ളാഹു ചിലർക്ക് വാരിക്കോരി കൊടുക്കും, ധാരാളം നൽകുന്നത് കാണാം. അത് അള്ളാഹുവിന്റെ ഉദാരതയാകുന്നു, അള്ളാഹുവിന്റെ ഔദാര്യമാകുന്നു. വല്ലാഹു, അല്ലാഹു തആല വാസിഉൻ, വളരെ വിശാലമായി നൽകുന്നവനാകുന്നു. അലീമുനെല്ലാം അറിയുന്നവനാകുന്നു. ആർക്കൊക്കെയാണ് നൽകേണ്ടത്, ആർക്കൊക്കെയാണ് നൽകാതിരിക്കേണ്ടത്, അള്ളാഹുവിന് തീരുമാനമുണ്ട്. നൽകിയാൽ ആരൊക്കെയാണ് ഇതിന് നന്ദി ചെയ്യുക, അള്ളാഹു അറിയും. അതനുസരിച്ച് അവന് നൽകുകയും അവന്റെ നന്ദി അള്ളാഹു തആല രേഖപ്പെടുത്തുകയും ചെയ്യും. നൽകിയാൽ നന്ദികേട് കാണിക്കുന്നവരുണ്ട്, അവരെയും അള്ളാഹു അറിയും. അത് നേരത്തെ തന്നെ അറിയുന്നതാണ്. അവർക്ക് അതിനുള്ള ശിക്ഷയും നൽകും. ഇതിനൊക്കെ അള്ളാഹുവിന് കഴിവുള്ളതാണ്. അതനുസരിച്ച് അള്ളാഹു തആല വിശാലമാക്കുന്നവനാകുന്നു. അള്ളാഹു നൽകി എന്നതുകൊണ്ട് അവൻ നല്ലവനാണെന്നൊന്നും വരില്ല. ഇഹലോകത്തിൽ അള്ളാഹു പലർക്കും പലവിധ നിഅമത്തുകളും നൽകും. അള്ളാഹു റഹ്മാനാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ എല്ലാവർക്കും ഗുണം ചെയ്യുന്നവനാണ്. ഇവിടെ കുറെ കിട്ടിയത് കൊണ്ട് ആൾ മെച്ചപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, മെച്ചപ്പെട്ടവൻ അല്ലെന്നും മനസ്സിലാക്കാൻ പറ്റില്ല. യഥാർത്ഥ മേന്മയുടെ അവസ്ഥ തിരിയല് അത് പരലോകത്ത് മാത്രമാണ്. അലീമുൻ, അള്ളാഹു എല്ലാം അറിയുന്നവനാകുന്നു. അള്ളാഹു അവന്റെ അറിവനുസരിച്ച്, അവന്റെ വിശാലതയനുസരിച്ച് ഇപ്പോഴത്തെ തീരുമാനം ത്വാലൂത്തിനെ ഭരണാധികാരിയാക്കാനാകുന്നു. ഇത് പറഞ്ഞപ്പോൾ അവർക്ക് അത് സമ്മതിക്കേണ്ടി വന്നു. അപ്പൊ അവർ ചോദിച്ചു, ഇങ്ങനെ ത്വാലൂത്തിനെ ഭരണാധികാരിയായിട്ട് അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞൊരു വിവരമല്ലേ ഞങ്ങൾക്കുള്ളത്, അതിനൊരു തെളിവ് വേണം. അദ്ദേഹത്തെ തീരുമാനിച്ചിട്ടുള്ളത് അള്ളാഹുവാണ് എന്നതിൻ്റെ ഒരു തെളിവ് വേണം. യഥാർത്ഥത്തിൽ ഇതൊക്കെ വളരെ അക്രമപരമായ ചോദ്യമാണ്. കാരണം ഈ നബിയെ അംഗീകരിച്ചത് കൊണ്ടും നബി പറഞ്ഞത് സ്വീകരിക്കാം എന്നതുകൊണ്ടുമാണല്ലോ ഞങ്ങൾക്കൊരു ഭരണാധികാരി നിശ്ചയിച്ചു തരാം, അള്ളാഹുവോട് ചേർക്കണം എന്ന് പറഞ്ഞൊക്കെ. എന്നിട്ട് അള്ളാഹു ഇത് കൊടുത്തപ്പോൾ പറഞ്ഞത്, നിങ്ങളെ ഈ ആളെ അള്ളാഹു ഭരണാധികാരിയായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നതിന് ഞങ്ങൾക്ക് തെളിവ് വേണം. ആവട്ടെ, അതാണ് പറയുന്നത്. وقال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون تحمله الملائكة إن في ذلك لآية لكم إن كنتم مؤمنين. وقال لهم, അവരോട് പറഞ്ഞു, നബിയുഹും, അവരുടെ നബി പറഞ്ഞു, ഇന്ന ആയത്ത മുൽക്കിഹി, അദ്ദേഹത്തിന്റെ ഭരണാധികാരത്തിന്റെ തെളിവ്, അദ്ദേഹത്തെ ഭരണാധികാരിയായിട്ട് അള്ളാഹു തെരഞ്ഞെടുത്തു എന്നതിന്റെ തെളിവ്,
ഐ എത്തിയേക്കും നിങ്ങൾക്ക് വരലാകുന്നു, ആ താബൂത്ത് ഒരു പെട്ടി വരലാകുന്നു. ഫീഹി ആ പെട്ടിയിലുണ്ട് സക്കീനത്തുൻ സമാധാനമുണ്ട്, മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള, ബഖിയത്തുൻ ചില അവശിഷ്ടങ്ങളുമുണ്ട്, മിമ്മ തറക്ക ആലു മൂസ വ ആലു ഹാറൂന മൂസാ നബിയും മൂസാ നബിയുടെ സഹോദരനായ ഹാറൂൻ നബിയും അവരുടെ കുടുംബങ്ങളും സൂക്ഷിപ്പായിട്ട് വെച്ചിട്ടുള്ള ഒഴിവാക്കിയ ചില വസ്തുക്കൾ, അതിൻ്റെ സൂക്ഷിപ്പ്, അതിൻ്റെ ബാക്കി പത്രങ്ങൾ അതിലുണ്ട്. എന്താ സംഭവം? ബനു ഇസ്രായേല് മൂസാ നബി അലൈഹിസ്സലാമിൽ നിന്ന് അനന്തരമായിട്ടൊരു പെട്ടി കൈമാറിപ്പോന്നിരുന്നു. ആ പെട്ടി വളരെ പ്രധാനപ്പെട്ട പെട്ടിയാണ്. തൗറാത്തിന്റെ പലകയുടെ കുറച്ച് കഷ്ണങ്ങളും മൂസാ നബിയുടെ വടിയും ഹാറൂൻ നബിയുടെ തലയെക്കെട്ടും ഇങ്ങനെയുള്ള സൂക്ഷിപ്പ് സ്വത്തുകൾ, തബറുക്കിന്റെ വസ്തുക്കൾ, അത് പഴയ കാലത്തിന്റെ തള്ളികളിട്ടൊന്നും കാര്യമില്ല, മുബാറക്കായ വസ്തുക്കൾ സൂക്ഷിക്കപ്പെട്ടൊരു പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടി കൊണ്ടുവന്നിട്ടാണ് അവർ യുദ്ധമുഖത്ത് അള്ളാഹുവോട് ദുആ ചെയ്യൽ. അത് വെച്ചിട്ടാണ് അവര് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പെടുക്കൽ. അപ്പോൾ ആ നേരത്തെ അവർ യുദ്ധത്തിൽ വിജയിക്കലും പതിവായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ യുദ്ധത്തിൽ അക്രമപരമായ പല കാര്യങ്ങളിൽ ഇവരിൽ നിന്നുണ്ടായപ്പോൾ അള്ളാഹു ഇവരെ പരാജയപ്പെടുത്തുകയും ആ പെട്ടി മറുഭാഗത്തിന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. അല്ല, അത് ആകാശത്തേക്ക് ഉയർത്തിയതാണ് എന്നും അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും ശരി, ഇപ്പോൾ നബി പറയുന്നത് ത്വാലൂത്തിനെ ഭരണാധികാരിയായിട്ട് തെരഞ്ഞെടുത്തതിന്റെ അടയാളമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ പെട്ടി തിരിച്ചു കിട്ടും. ആ ഏത്തിയൊക്കെ മുത്താബൂത്തു, ആ പെട്ടി നിങ്ങൾക്ക് വരലാകുന്നു. ആ പെട്ടി കിട്ടിയാൽ അതിന്റെ സ്വഭാവം എന്താ? ഫീഹി സക്കീനത്തുൻ, അതിൽ സമാധാനമുണ്ട്. ആ പെട്ടി നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ശാരീരികമായ ഉന്മേഷവും ഉണ്ടാകും, മാനസികമായ സുഖവും ഉണ്ടാകും. അത് മിർ റബ്ബിക്കും, റബ്ബിൽ നിന്നുള്ളതാണ്. അതില് മൂസാ നബിയും ഹാറൂൻ നബിയും അവരുടെ കുടുംബങ്ങളും വളരെ ബഹുമതിയോടുകൂടെ സൂക്ഷിച്ചു വെച്ചിരുന്ന ചില വസ്തുക്കളുണ്ട്. അങ്ങനെയുള്ളതൊക്കെ അതിലുണ്ട്. ആ പെട്ടി നിങ്ങൾക്ക് വരലാണ് ത്വാലൂത്തിനെ അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നതിന്റെ അടയാളം. തെഹ്മിലുഹുൽ മലായിക്കത്തു, മലക്കുകൾ അതിനെ ചുമന്നുകൊണ്ടുവരും. അപ്പോൾ ആകാശത്ത് നിന്നാണെങ്കിൽ അല്ലെങ്കിൽ മറുഭാഗത്തിന്റെ കയ്യിൽ നിന്നാണെങ്കിൽ അവിടെ നിന്ന് എടുത്തിട്ട് അത് നിങ്ങളിൽ എത്തിക്കും. ആകാശത്തു നിന്നാണെങ്കിൽ നിങ്ങളിൽ അത് ഇറക്കുകയും ചെയ്യും. ഇന്ന ഫീ ദാലിക, ഈ തെളിവ് വന്നാൽ ഇതിലുണ്ടില്ല, ആയത്തൻ വ്യക്തമായ തെളിവുണ്ട്, ലക്കും നിങ്ങൾക്ക്. നിങ്ങൾ ആവശ്യപ്പെട്ടത് ത്വാലൂത്തിനെ ഭരണാധികാരിയാക്കിയതിന് തെളിവ് വേണമെന്നല്ല, വ്യക്തമായ തെളിവ്. നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട വിലപ്പെട്ട ആ വസ്തു അള്ളാഹു നിങ്ങൾക്ക് തിരിച്ചു തരുന്നു. ആ തിരിച്ചു തരുന്നത് തന്നെ നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യത്തിന് തെളിവായിട്ടാണ് ഇപ്പോൾ നൽകുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ത്വാലൂത്തിനെ അള്ളാഹു ഭരണാധികാരിയായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. നിങ്ങളുടെ മേധാവി ത്വാലൂത്താകുന്നു. ഇനി ത്വാലൂത്തിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ടാണ് നിങ്ങൾ മറുഭാഗത്തോട് യുദ്ധം ചെയ്യേണ്ടത്. ആ യുദ്ധത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. അതാണ് ഇന്നഫീ ദാരിക്കല ആയത്തൻ, തീർച്ചയായും ഇതിൽ ആയത്തല്ലക്കും നിങ്ങൾക്ക് വ്യക്തമായ തെളിവുണ്ട്. പക്ഷേ തെളിവാകണമെങ്കിൽ ഇൻകുന്തു മുഅ്മിനീന, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ. എന്ത് കണ്ടാലും വിശ്വസിക്കാൻ തയ്യാറില്ല. അപ്പൊ നേരത്തെ കണ്ടതും അതാണ്. ഞങ്ങൾക്കൊരു ഭരണാധികാരിയെ അയച്ചു തരാൻ, നിങ്ങൾ അള്ളാഹുവോട് ദ്വാരക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹുവോട് ദ്വാ ചെയ്തു. അങ്ങനെ ത്വാലൂത്തിനെ ഭരണാധികാരിയായിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ താലൂത്തിന്റെ പിന്നിലാണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്, അദ്ദേഹത്തെ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പറയണത് ഇയാളെ പറ്റില്ല, കാരണം അയാൾക്ക് സമ്പത്തില്ല, ഞങ്ങളല്ലേ ഇവിടുത്തെ മുതലാളിമാർ എന്ന് പറഞ്ഞവരാണല്ലോ. അപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള തെളിവ് വന്നതുകൊണ്ട് കാര്യമില്ല, നിങ്ങൾക്ക് വിശ്വാസം വരണം, അത് നിങ്ങൾ ഉണ്ടാക്കണം. ഇൻകുന്തു മോമിനീന, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഇത് നിങ്ങൾക്ക് തെളിവാകുന്നു. അതനുസരിച്ച് ത്വാലൂത്തിന്റെ ഭരണാധികാരത്തെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹു ആ പെട്ടിയെ ഇറക്കുകയും ചെയ്തു. ആ പെട്ടി അത് ആകാശത്തിലൂടെ ഇറങ്ങി വന്നു. എന്നിട്ടത് വന്നിട്ട് ത്വാലൂത്തിന്റെ മുന്നിലെത്തി. എല്ലാവരും അത് കാണുന്നുണ്ട്. ഇത് കണ്ടാൽ ഇവർക്കൊക്കെ തിരിഞ്ഞല്ലോ നേരത്തെ നബി പറഞ്ഞത്, ത്വാലൂത്തിനെ ഭരണാധികാരിയായിട്ട് തെരഞ്ഞെടുത്തെന്ന് പറഞ്ഞത് ശരിയാണ്, അതിനുള്ള വ്യക്തമായ തെളിവാണ് ഈ കാണുന്നത് എന്ന് എല്ലാവർക്കും തിരിഞ്ഞു. ആ തിരിയുന്ന രൂപത്തിൽ ത്വാലൂത്തിന്റെ മുന്നിൽ പെട്ടിയെത്തിയിരിക്കുന്നു. എല്ലാവരും അത് സമ്മതിക്കേണ്ടി വന്നു. ഇപ്പോൾ ഇവർക്കൊരു നേതാവുണ്ടായി. ആ നേതാവിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് യുദ്ധം ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ അവരെത്തുകയും ചെയ്തു. ഇനി എന്തു നടക്കുന്നു എന്നുള്ള കാര്യം പിന്നീട് പറയും. അർഹമുർ റാഹിമായ അള്ളാഹു അവന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ
ഉത്തമരായ അടിയാറുകളിൽ ഉൾപ്പെടാൻ സാധുക്കളായ പാപികളായ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.